ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ അൽ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ്. അൽ ഉർജൂസത്തുൽ മിഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന 100ഓളം വരികൾ വരുന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹിജറ 4-ാം വർഷം മദീനയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത് ഹിജറ 5-ാം വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. നെടുക്കാനുള്ള ഭാഗം നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകാന ഫിൽ ഖാമിസതി ഇസ്മഅ വസിഖി അൽ ഇഫ്കു ഫീ ഗസ്വി ബനിൽ മുസ്തലിഖി. ജസാകുമുല്ലാഹു ഖൈറൻ. പിന്നീട് ഷെയ്ഖ് പറയുന്ന കാര്യം എന്തെന്നാൽ, 5-ാം വർഷം സംഭവിച്ച ഒന്നാമത്തെ കാര്യം ബനുൽ മുസ്തലിഖ് യുദ്ധമാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധം അഥവാ ഇതൊരു ഗോത്രത്തിന്റെ പേരാണ്. ബനുൽ മുസ്തലിഖ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് യുദ്ധം ചെയ്തത്? അതുപോലെ തന്നെ ഈ ഒരു ഗോത്രം അവർ ആരാണ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഖുസാഅ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ബനുൽ മുസ്തലിഖ്. നമുക്കറിയാം, പൊതുവെ അറബികൾ ഒരു ഗോത്രത്തിൽ വലിയ കുടുംബങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കും. നമ്മുടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കെന്തറിയില്ല ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കുറവാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പരമ്പര പഠിച്ചു വെക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചതായി കാണാം. അങ്ങനെ സഹോദരങ്ങളെ, അത് മാത്രമല്ല, അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഗോത്രങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ആളുകളാണ്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആ ഖുസാഅ എന്ന് പറയുന്ന ഗോത്രത്തിലെ കുടുംബമാണ് ബനുൽ മുസ്തലിഖ്. ഈ പേര് വരാനുള്ള കാരണം അവരുടെ പൂർവ്വ പിതാവിന്റെ പേരിലേക്ക് ചേർത്തി പറഞ്ഞതാണ്. എന്താണ് പേര്? മുസ്തലിഖ്. അവരുടെ പൂർവ്വ പിതാവിന്റെ പേരാണ് മുസ്തലിഖ് എന്നുള്ളത്. അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുന്നതാണ് ബനുൽ മുസ്തലിഖ് എന്നുള്ളത്. ബനുൽ മുസ്തലിഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുമായി നടത്തിയ യുദ്ധത്തിന്റെ പേരാണ് ബനുൽ മുസ്തലിഖ്. ഈ യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഗസ്വത്തുൽ മുറൈസിഅ. ഗസ്വത്തുൽ മുറൈസിഅ എന്ന പേര്. എന്തുകൊണ്ടാണ് ഈ പേര് വരാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി ഇവരുടെ അടുക്കലേക്ക് പോയപ്പോൾ റസൂലും സഹാബത്തും തമ്പടിച്ചിരുന്നത് ഇവർ വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്തിന്റെ പേരാണ് മുറൈസിഅ എന്നുള്ളത്. നമുക്കറിയാം, ഒരു യുദ്ധത്തിന് തന്നെ ഒന്നിലധികം പേരുകൾ ഉണ്ടാകും. നമ്മൾ പറഞ്ഞിരുന്നു, അഹ്സാബ് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഖന്ദഖ്. അഹ്സൻത്. അങ്ങനെ ഈ യുദ്ധത്തിനും 2 പേരുണ്ട്. ഒന്നെങ്കിൽ ബനുൽ മുസ്തലിഖ്, അതല്ലെങ്കിൽ ഗസ്വത്തു അൽ മുറൈസിഅ. എന്താണ് ഈ യുദ്ധത്തിനുള്ള കാരണം? നമ്മൾ പറഞ്ഞിരുന്നു, ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയ തോതിൽ പരാജയം നേരിടേണ്ടി വന്നിരുന്നു. ഈ ഒരു സംഭവം പല ഗോത്രങ്ങളും അറിഞ്ഞിരുന്നു. അഥവാ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയം ഉണ്ടായത്. അങ്ങനെ അവർ കരുതിയിരിക്കുന്നത്, മറ്റു ഗോത്രങ്ങൾ കരുതിയിരിക്കുന്നത് മുസ്ലിമീങ്ങൾ ബലഹീനരായി എന്നതാണ്. അവർ ദുർബലരാണ് എന്നൊരു ചിന്ത പല ഗോത്രങ്ങൾക്കും വന്നു, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾക്ക്. അങ്ങനെ പല ഗോത്രങ്ങളിലും ചിന്ത വന്നതുപോലെ തന്നെ ബനുൽ മുസ്തലിഖ് ഗോത്രത്തിനും ഈ ഒരു ചിന്ത വന്നു. അങ്ങനെ അവർ മദീന കടന്നാക്രമിക്കണമെന്ന ഒരു ചിന്ത അവർക്കിടയിൽ ഉണ്ടായി. അവർ അത് തീരുമാനിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവർ വരികയാണ്. ആരുടെ കീഴിലാണ് വരുന്നത്? ഹാരിസ് ഇബ്നു ദിറാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ അവർ വരുമെന്ന വാർത്ത
മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അറിഞ്ഞു. ഈ വാർത്ത റസൂൽ അറിഞ്ഞപ്പോൾ ഇത് ശരിയായ വാർത്തയാണോ അതല്ല തെറ്റാണോ എന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലരെ നിയോഗിച്ചു. അങ്ങനെ ആ വാർത്ത ശരിയാണ് എന്ന് ഈ ദൂതന്മാർ പോയി ഉറപ്പുവരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, നമുക്ക് യുദ്ധം ചെയ്യണം, നമുക്ക് അവരോട് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവർ കേട്ടു. നേരെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാബത്തും കൂടി അവർ വെള്ളം ശേഖരിക്കുന്ന സ്ഥലത്ത് തമ്പടിച്ചു. എന്നാൽ ബനുൽ മുസ്തലിഖിനെ സംബന്ധിച്ചിടത്തോളം അവർ തയ്യാറായിരുന്നില്ല. അവർ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്നുള്ള വരവ് അവർക്കിടയിൽ വലിയ ഭീതി പരത്തി. അവർക്ക് വലിയ പേടിയുണ്ടായി. അവർ പേടിച്ചോടാനും മറ്റു ചിലരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൊല്ലുകയും മറ്റു ചിലരെ പിടിച്ചുവെക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു. ഈ ഒരു യുദ്ധം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമുണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങൾക്കും വലിയൊരു വിജയമുണ്ടാക്കുകയും പിന്നീട് അതിനുശേഷം മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിലാണ് ഒരു സുപ്രധാന സംഭവം നടക്കുന്നത്. സഹാബത്തും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുന്ന വേളയിൽ ഒരു മരത്തണലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിപ്പോയി. യാത്രാ ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ക്ഷീണവും എല്ലാം ഉള്ളതിനാൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന് കീഴിൽ കിടക്കവേ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു മുശ്രിക്ക് വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാള് നിലത്ത് വീണിട്ടാണുള്ളത്. ആ വാളെടുത്തുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, മൈ യംനഉക മിന്നി. ആ വാളെടുത്ത് ചൂണ്ടിക്കൊണ്ട് റസൂലിനോട് ചോദിച്ചു, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, ആരാണ് എന്നെ നിന്നിൽ നിന്ന് തടയുക, അല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നതിൽ നിന്ന് തടയുക എന്ന് ഈ മുശ്രിക്ക് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇങ്ങനെ 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ വാള് വിറകൊണ്ട് നിലത്തേക്ക് വീണുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഖീനാണത്, തവക്കുലിന്റെ ആ ഒരു ശക്തിയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഉത്തരമാണ് പറഞ്ഞത്, എന്റെ സഹാബത്ത് എന്നെ രക്ഷിക്കുമെന്നല്ല, എന്റെ കൂടെ ധാരാളം ആളുകൾ ഉണ്ട് എന്നല്ല, അല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം കേട്ടപ്പോൾ ഈ മുശ്രിക്കിന്റെ കയ്യിൽ നിന്നും ആ വാള് നിലത്തേക്ക് വീണു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഇതേ ചോദ്യം ചോദിച്ചു ആ വാളെടുത്തുകൊണ്ട്, മൈ യംനഉക മിന്നി. നിന്നെ കൊല്ലുന്നതിൽ നിന്ന് എന്നെ ആരാണ് തടയുക? നമുക്കറിയാം കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവക്കുൽ ചെയ്യാൻ ആരാണുള്ളത്? ആരുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുകയാണ്, നിങ്ങൾ നല്ല വ്യക്തിയാണ്, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല എന്നതാണ് എന്റെ പ്രതീക്ഷ എന്ന രൂപത്തിൽ ഈ മുശ്രിക്ക് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവിടുന്ന് സുബ്ഹാനല്ലാഹ് ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി പ്രതികാര പ്രക്രിയ ചെയ്തതായി കാണാൻ സാധിക്കുകയില്ല. ഇവിടെ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ദീനിന്റെ പേരിലല്ല, നിന്നെ കൊല്ലാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വന്തത്തിന് ഏൽക്കേണ്ടി വരുന്ന പ്രയാസത്തിൽ ഒരാളെയും പ്രയാസപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടുത്തെ കോപം അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്, അവിടുത്തെ ഇഷ്ടം അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. അതല്ലാതെ സ്വന്തത്തിന് വേണ്ടിയോ മറ്റോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം തീർത്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. റസൂൽ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞു, നീ പോയിക്കൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും അയാൾ തിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ ആ യുദ്ധത്തിന് ശേഷം നടന്ന ആ ഒരു സംഭവം. ആ യുദ്ധത്തിന്റെ ചുരുങ്ങിയ ഒരു രൂപമാണ് ബനുൽ മുസ്തലിഖിന്റെ നമ്മൾ വിശദീകരിച്ചത്. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്ന കാര്യം ഹാദിസത്തുൽ ഇഫ്കിനെ പറ്റിയാണ്. ഹാദിസത്തുൽ ഇഫ്ക് എന്താണ് സഹോദരങ്ങളെ ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് കുറച്ച് വലിയ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ധാരാളം ഫവായിദുകൾ ഉള്ളതിനാൽ തന്നെ അത് മുഴുവനായി വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദിസ എന്ന് വെച്ചാൽ സംഭവത്തിന് പറയുന്നതാണ്. ഹദസ ഹാദിസ്. ഹാദിസത്തുൽ ഇഫ്ക്, ഇഫ്ക് എന്ന് പറഞ്ഞാൽ ദുരാരോപണം, കള്ളാരോപണം എന്നതാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം.
എന്താണ് ആ കള്ള ആരോപണം എന്നത് ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവാം. ഇൻഷാ അല്ലാഹ് നമുക്കത് വായിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അറാദ അൻ യഖ്റുജ സഫറൻ അഖറഅ ബൈന അസ്വാജിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കും. റസൂൽ വീട്ടിൽ താമസിക്കുക ഓരോ ആളുകൾക്കും നിശ്ചയിച്ച് ഓരോ ദിവസമാണ്. അവിടുന്ന് ഏറ്റവും നീതിയുള്ള രൂപത്തിൽ അവിടുത്തെ ദാമ്പത്യ ജീവിതം കഴിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യാത്രക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നറുക്കെടുക്കുക ആണ് പതിവ്. അങ്ങനെ ആർക്കാണോ ആ ഒരു നറുക്ക് ലഭിക്കുന്നത് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യും. ഖറജ ബിഹാ മഅഹ് فأقرح بيننا في غزاة غزاها فخرج سهمي فخرجت معه بعدما أنزل الحجاب. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്ക് നറുക്ക് ലഭിച്ചു. ഈ സംഭവം നടക്കുന്നത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ്. ഹിജാബിന്റെ ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദർസിൽ, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഫാന ഉഹ്മലു ഫീ ഹൗദജ് വഉൻസലു ഫീഹി ഫസിർന. ഞാൻ അന്ന് യാത്ര ചെയ്തിരുന്നത് ഒട്ടകക്കട്ടിലായിരുന്നു. അഥവാ ഒട്ടകത്തിന്റെ പുറത്ത് ഒരു കട്ടിൽ പോലെ ഉണ്ടാകും, അതിലായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഹത്താ ഇദാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതിഹി തിൽക വഖഫല വദനൗനാ മിനൽ മദീനതി ആദന ലൈലതൻ ബിർറഹീൽ ഫഖുംതു ഹീന ആദനു ബിർറഹീൽ ഫമശൈതു ഹത്താ ജാവസ്തുൽ ജയ്ഷ ഫലമ്മാ ഖളൈതു ശഅനി അഖബൽതു ഇല الرحل فلمست صدري فإذا عقد لي من جزع أظفاري قد انقطع. ഞാൻ എന്ത് ചെയ്തു? ഈ യാത്രാ മധ്യേ എനിക്കെന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? കുറച്ച് മാറി നിന്നുകൊണ്ട് എന്റെ ആവശ്യം നിർവഹിച്ചതിന് ശേഷം അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഞാൻ എന്റെ നെഞ്ചിലേക്ക് തൊട്ടുനോക്കി. അപ്പോൾ എന്റെ കഴുത്തിലുണ്ടായിരുന്ന ചെറിയൊരു മാല അത് കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ആ മാല കാണാതായി പോയി. ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ ഞാൻ ഫറജഅതു ഫൽതമസ്തു ഇഖ്ദി ഫഹബസനി ഇബ്തിഗാഉഹു ഫഅഖബല الذين يرحلون لي ഫഹ്തമലു ഹൗദജി. ഞാൻ അങ്ങനെ ആ മാല ഇങ്ങനെ തപ്പി നടക്കുകയാണ്. എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കരുതിയത് ഞാൻ ആ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട് എന്ന് കരുതി അവർ എന്ത് ചെയ്തു? യാത്ര തുടർന്നു. فرحلوه على بعير الذي كنت أركب وهم يحسبون أني فيه وكان النساء إذا ذاك خفافا لم يثقلن ولم يغشهن اللحم. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ സ്ത്രീകൾ വളരെ തടിയുള്ള ആളുകളായിരുന്നില്ല. നമ്മൾ വളരെ മെലിഞ്ഞ ആളുകളാണ്. അതിനാൽ തന്നെ നമ്മൾ ഒട്ടകപ്പുറത്തുണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാവുകയില്ല. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കെ 1 മാസം കഴിയും, 2 മാസം കഴിയും, 3 മാസം കഴിയും, പക്ഷേ നമ്മുടെ അടുപ്പ് അത് പുകയാറില്ല. സുബ്ഹാനല്ലാഹ്. അവരങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവിടുന്ന് പറയുകയാണ്, നമ്മൾ എന്താണ് തടിയില്ല. വഇന്നമാ യകുൽനൽ അൽഖതു മിനത് തആം. നമ്മൾ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. അങ്ങനെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ അതിലുണ്ട് എന്ന് കരുതി അവർ യാത്ര ചെയ്തു. അങ്ങനെ അവർ എവിടെയായിരുന്നോ ആ യാത്രാ സംഘം ഉണ്ടായിരുന്നത് അവിടെ കിടക്കുകയും, അങ്ങനെ എനിക്ക് ക്ഷീണമുള്ളതിനാൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. വകാന സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ അസ്സുലമി സുമ്മ ദക്വാനി മിൻ വറാഇൽ ജയ്ഷ്. പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന് പോകുന്ന വേളയിൽ ഏറ്റവും പുറകിൽ ഒരാളുണ്ടാകും. അതെന്തിനു വേണ്ടിയാണ്? യാത്രാ മധ്യ വല്ല സാധനങ്ങളും കളഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതാരാണ് എടുക്കുക? ഏറ്റവും പുറകിലുള്ള ആളുകളായിരിക്കും. അങ്ങനെ സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഫസ്ബഹ ഇൻദ മൻസിലി ഫറആ സവാദ ഇൻസാനിൻ നായിമിൻ. അദ്ദേഹം പുറകിൽ നിന്ന് ഒരാളെ കാണുകയാണ്, കറുത്ത വസ്ത്രത്തിൽ ഒരാളിങ്ങനെ ഉറങ്ങുന്നത്. അങ്ങനെ സഹോദരങ്ങളെ, ഫഅതാനി വകാന യറാനി ഖബ്ല അൽ ഹിജാബ്. അദ്ദേഹം ഹിജാബിന് മുന്നേ എന്നെ കണ്ടിട്ടുണ്ട്. അഥവാ ഹിജാബിന്റെ ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദർസിൽ. അതിൽ മുൻപ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും സഹാബ വനിതകളും ഹിജാബ് ധരിക്കാറില്ല. ആ ഹിജാബിന്റെ ആയത്തിന് മുൻപ് സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി ഹീന അനാഖ റാഹിലതഹു ഫവതിഅ യദഹാ, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട ഉടനെ തന്നെ പറഞ്ഞ വാക്കെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ ആ ശബ്ദം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുകയാണ്? അവിടുത്തെ ഹിജാബ് കൊണ്ട് മുഖം മറക്കുകയാണ്. ഉടനെ തന്നെ ചെയ്ത കാര്യം എന്താണ്? ഹിജാബ് കൊണ്ട് മുഖം മറക്കുകയാണ്. ഇതായിരുന്നു സഹാബി വനിതകൾ. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു ഹിജാബിന്റെ ഫളലും അതുപോലെ തന്നെ അതാരൊക്കെ ധരിച്ചിരുന്നു എന്നത്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുത്തെ വസ്ത്രധാരണ ഇതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു, ഞാൻ അത് കേട്ടപാതി എന്റെ മുഖം അത് മറച്ചു. അങ്ങനെ ആ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് മദീനയിലേക്ക് എത്തുന്നത് വരെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു എന്നോടൊരക്ഷരം ചോദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അവിടുന്ന് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ വാക്കല്ലാതെ ഞാൻ മദീനയിലേക്ക് എത്തുന്നത് വരെ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നോടൊരക്ഷരം ചോദിച്ചിട്ടില്ല. ഇതൊക്കെ നമുക്ക് വലിയ പാഠമുള്ള കാര്യമാണ്. ആവശ്യമുള്ളത് കാര്യം മാത്രം മറ്റുള്ള സ്ത്രീകളോട് സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം. അതല്ലാതെ അനാവശ്യമായി ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് ശരിയല്ല, ഒരിക്കലും ശരിയായ കാര്യമല്ല. നോക്കൂ, ഇവിടുന്ന് പറഞ്ഞ വാക്ക് അത് മാത്രമാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് വൈകിപ്പോയത്, എന്ത് പറ്റി, ഉറങ്ങിപ്പോയത്, ഒരു ചോദ്യവുമില്ല. അവിടുന്ന് ഈ ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ സഹോദരങ്ങളെ, അവർ ഒരു ഉച്ചയുടെ സമയത്തോടടുത്ത് മദീനയിലേക്ക് എത്തി. ഫഹലക മൻ ഹലക് വകാന അല്ലദീ തവല്ല അൽ ഇഫ്ക അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഇവർ മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ നശിച്ചവരൊക്കെ നശിച്ചു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഒരാളെ പറ്റി പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങൾ മദീനയിൽ പരന്നിട്ടുണ്ട്. അഥവാ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ് അവൻ വ്യഭിചാരാരോപണം പറഞ്ഞു വരുത്തി റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച്, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അങ്ങനെ സഹോദരങ്ങളെ, ഈ വാർത്ത മദീനയിൽ ഒട്ടാകെ പരന്നിട്ടുണ്ട്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു കാര്യം അറിയില്ല. ഫസ്തകൈതു ബിഹാ ശഹറ. അവർ മദീനയിൽ എത്തിയ ഉടനെ തന്നെ പിന്നീട് രോഗിയാവുകയാണ്. 12 വയസ്സാണ് അന്നത്തെ പ്രായം ആയിഷ റളിയല്ലാഹു അൻഹയുടേത്. വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ 1 മാസത്തോളം അവിടുന്ന് രോഗിയാവുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ആ ഒരു കാര്യം നടക്കുകയും يفيضون من قول أصحاب الإفك ويريبون في وجعي أني لا أرى من النبي صلى الله عليه وسلم اللطف الذي كنت أرى منه حين أمرض. എനിക്കൊരു സംശയം ഉണ്ടായത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ വളരെ മൃദുലത്തോടു കൂടിയാണ് പെരുമാറാറുള്ളത്. പക്ഷെ ആ ഒരു പെരുമാറ്റം എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതാണ് എനിക്ക് സംശയം ഉണ്ടാക്കിയത്. ആ ഒരു കാര്യം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇന്നമാ യദ്ഖുലു ഫയുസല്ലിം സുമ്മ യഖൂൽ കൈഫ തീകും. എന്റെ അടുക്കലേക്ക് പ്രവേശിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് രോഗം എന്ന് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. ലാ അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക ഹത്താ നഖഹ്തു ഫഖറജ്തു അന വ ഉമ്മു മിസ്തഹ് ഖിബ്ല അൽ മനാസി'. അങ്ങനെ ഒരു ദിവസം എന്താണ്, ഞാനും ഉമ്മു മിസ്തഹും കൂടി ഇതുപോലെ പുറത്തേക്ക് ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഫഖാലത് തഈസ മിസ്തഹ്. ഉമ്മു മിസ്തഹ് പറയുകയാണ്, തഈസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ എന്ന ഒരു വാക്ക് അവിടുത്തെ ഉമ്മ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബിഅസ മാ ഖുൽതി, നിങ്ങൾ എത്ര മോശമായ കാര്യമാണ് പറയുന്നത്. അതസുബ്ബീന റജുലൻ ഷഹിദ ബദറ, ബദറിൽ പങ്കെടുത്ത ഒരാളെ നിങ്ങൾ ചീത്ത പറയുകയാണോ? ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റി നിങ്ങൾ ചീത്ത പറയുകയാണോ? സ്വന്തം ഉമ്മയാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഫضൽ എന്താണ് പറഞ്ഞത്? ബദറിൽ പങ്കെടുത്ത ആളെ പറ്റി ചീത്ത പറയണം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് മുത്ലഖൻ നിരുപാധികം പുറത്തു കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അത് കേട്ടപ്പോൾ ഫഖാലത് യാ ഹൻതാഹു അലം തസ്മഈ മാ ഖാലു, അപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ കേട്ടിട്ടില്ലേ ആയിഷ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫഅഖ്ബർതനി ബിഖൗലി അഹ്ലിൽ ഇഫ്ക്, അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിൽ ആളുകൾ പറഞ്ഞു പരത്തിയ കാര്യം അറിയുന്നത്. ഫസ്ദത്തു മറളൻ അലാ മറളി, ഇത് കേട്ട ഉടനെ തന്നെ എന്റെ രോഗത്തിന് മുകളിൽ ഇരട്ടിയായി. അത് കേട്ട ഉടനെ തന്നെ എന്റെ രോഗം അത് വർദ്ധിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, ഫലമ്മാ റജഅതു ഇലാ ബൈതി ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസല്ലമ ഫഖാൽ കൈഫ തീകും, ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ റസൂൽ എന്നോട് സലാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് കൈഫ തീകും, എങ്ങനെയുണ്ട് നിനക്ക്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത് ഇദൻ ലി ഇലാ അബവയ്യ, എനിക്ക് ഉപ്പയുടെ അടുക്കലേക്ക് പോകാൻ അനുമതി നൽകണം, എനിക്ക് ഉപ്പയോടും ഉമ്മയോടും പോയി എനിക്ക് കുറച്ച് സംസാരിക്കണം. വന ഹീനൈദിൻ ഉരീദു അൻ അസ്തഖിന അൽ ഖബറ മിൻ ഖിബലിഹിമ, എന്താണ് യഥാർത്ഥ സംഭവം എന്ന് ഉറപ്പുവരുത്താൻ അവരുടെ അടുക്കലേക്ക് എനിക്ക് പോകണം എന്ന ആഗ്രഹത്താൽ ഞാൻ റസൂലിനോട് അനുമതി ചോദിച്ചു. ഫഅദിന ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅതൈതു അബവയ്യ ഫഖുൽതു ലി ഉമ്മി മാ യതഹദ്ദസു ബിഹി നാസ്, ഞാൻ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, എന്താണ് ജനങ്ങൾ പറഞ്ഞു പരത്തുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ പറഞ്ഞു, എന്താണ്? യാ ബുനയ്യ ഹൗവിനി അലാ നഫ്സികി ശഅൻ ഫവല്ലാഹി ലഖല്ലമാ കാനത് ഇംറഅത്തുൻ ഖത്തു വലീഅത്തുൻ ഇൻദ റജുലിൻ യുഹിബ്ബുഹാ വലഹാ വറായിർ ഇല്ലാ അക്സർന അലൈഹാ. എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറയുകയാണ്, ഒരാൾക്ക് ധാരാളം ഭാര്യമാരുണ്ടാവുകയും ആ ഭാര്യമാരിൽ ഏറ്റവും സ്നേഹമുള്ള ആളുകളെ പറ്റി ചില മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വലഖദ് യതഹദ്ദസു നാസു ബിഹാദാ, ജനങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ച് അതെല്ലാവിടെയും എത്തിയിട്ടുണ്ട്. കാരണം സ്വന്തം ഉമ്മ എന്ത് പറഞ്ഞില്ല, അത് നീ കാര്യമാക്കേണ്ടതില്ല, അത് വിട്ടുകള എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന രൂപത്തിൽ സംസാരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് പ്രയാസമായി. അവിടുന്ന് പറയാണ്, ഫബിത്തു തിൽക്കൽ ലൈലത ഹത്ത അസ്ബഹ്തു ലാ യർഖഉ ലി ദംഉൻ വലാ അക്തഹിലു ബിനൗമിൻ, ഞാൻ രാവിലെ വരെ കഴിച്ചുകൂട്ടിയത് എന്റെ കണ്ണുനീർ ചാലിട്ടൊഴുകാൻ തുടങ്ങി, എന്റെ കണ്ണുനീർ നിലക്കുന്നില്ല, ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാരണം നാട്ടിൽ ആരെങ്കിലും പറഞ്ഞു പരത്തിയതല്ല, മറിച്ച് ഇത് നാടൊട്ടാകെ എന്തായിട്ടുണ്ട്, പരന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, സുമ്മ അസ്ബഹ്തു ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് വ ഉസാമത്ത് ഇബ്നു സെയ്ദ് ഹീന ഇസ്തൽബസൽ വഹ്യു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ അവിടുന്ന് വഹി വരുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് അത് അറിയാൻ വേണ്ടി അലി ഇബ്നു അബി ത്വാലിബിനെയും ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമ, അവർ ഇരുവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് യസ്തശീറുഹാ ഫീ ഫിറാഖി അഹ്ലിഹി, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഫഅമ്മാ ഉസാമത്തു ഫഅശാറ അലൈഹി ബില്ലദീ യഅലമു ഫീ നഫ്സിഹി മിനൽ വുദ്ദി ലഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള സ്നേഹം ഉസാമ റളിയല്ലാഹു അൻഹക്ക് അറിയാം, അൻഹുവിനറിയാം. അവിടുന്ന് പറഞ്ഞു, എന്താണ്? അഹ്ലുക യാ റസൂലല്ലാഹ് വലാ നഅലമു വല്ലാഹി ഇല്ലാ ഖൈറാ, റസൂലേ നിങ്ങളുടെ കുടുംബത്തെ പറ്റി, ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി നമുക്ക് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല. വഅമ്മ അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലം യുളയ്യിഖില്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഇടുക്കം നൽകിയിട്ടില്ല. വന്നിസാഉ സിവാഹാ കസീർ, നിങ്ങൾക്ക് മറ്റു ധാരാളം സ്ത്രീകളുമുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു, വസലിൽ ജാരിയത തസ്ദുഖ, നിങ്ങളുടെ അടിമ സ്ത്രീയായ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ച ബരീറ റളിയല്ലാഹു അൻഹയുണ്ട്, അടിമ സ്ത്രീയാണ്, അവരെ വിളിച്ചുകൊണ്ട് കാര്യം ചോദിക്കുക. മറ്റു ചില റിവായത്തുകളിൽ കാണാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ത്വലാഖ് ചൊല്ലിക്കോളൂ എന്നുള്ളത്. കാരണം എന്താണ്? ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത കുറച്ചു കാണാനല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ, ബരീറ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബരീറ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, യാ ബരീറ ഹൽ റഅയ്തി ഫീഹാ ഷൈഅൻ യരീബുകി, സുബ്ഹാനല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിനക്ക് സംശയമുള്ള വല്ല കാര്യവും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മോശമായ ഒരു പ്രവൃത്തി
നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഫഖാലത്ത് ബരീറ ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലയോ റസൂലേ, അങ്ങേ സത്യവുമായി കൊണ്ടയച്ചവൻ തന്നെ സത്യം, അഥവാ അല്ലാഹു തന്നെ സത്യം. ഇൻ റഅയ്തു മിൻഹ അംറൻ അഗ്മിസുഹു അലൈഹാ ഖത്തുൻ അക്സറ മിൻ അന്നഹാ ജാരിയത്തുൻ ഹദീസത്തു സിൻ. റസൂലേ, അവർ ചെറിയ വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് വല്ല ഭക്ഷണവും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പതിവ്? അവിടുന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെ വല്ല മൃഗവും വന്ന് ആ ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടിയാണ്. എനിക്കെന്താണ് പ്രത്യേകിച്ച് തോന്നാനുള്ളത് റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബരീറ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ കുറിച്ച് പറഞ്ഞു. മൈ യഅ്ദുറുനി മിൻ റജുലിൻ ബലഗനി അദാഹു ഫി അഹ്ലി, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാൾ എന്റെ കുടുംബത്തെ പറ്റി ഇങ്ങനെ മോശമായ ഒരു ആരോപണം പറയുന്നുണ്ട്, എന്താണ് ഞാൻ അവനെ ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവനെ വകവരുത്താം. റസൂൽ പറയുകയാണ്, ഫവല്ലാഹി മാ അലംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. റസൂൽ പറഞ്ഞു, എന്റെ കുടുംബത്തിനെ പറ്റി എനിക്ക് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല. അത് മാത്രമല്ല, വഖദ് ദക്കറു റജുലൻ മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറാ, എന്റെ ഭാര്യയോട് കൂടെ ചേർത്തി പറയുന്ന വ്യക്തിയെ കുറിച്ചും എനിക്ക് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. വമാ കാന യദ്ഖുലു അലാ അഹ്ലി ഇല്ലാ മഈ, അവിടുന്ന് ഒരിക്കലും എന്റെ കുടുംബത്തിൽ എന്റെ കൂടെ അല്ലാതെ കയറാറില്ല, പ്രവേശിക്കാറില്ല. ഞാൻ എപ്പോഴുണ്ടെങ്കിലും എന്റെ കൂടെയാണ് സഫ്വാൻ ഉണ്ടാവാറുള്ളത്, അതല്ലാതെ ഒറ്റയ്ക്ക് എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാറില്ല. ഇങ്ങനെ ഈ മോശം ആരോപണം പറഞ്ഞു പരത്തുന്നവരെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ അവനെ വകവരുത്താം. ഇനി അതല്ല, ഔസ് ഗോത്രത്തിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ മുആദ് ആരുടെ തലവനാണ്? ഖസ്റജിന്റെ തലവനാണ്. എന്നാൽ ഔസ് ഗോത്രത്തിന്റെ ആളുകളിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവനെയും നമ്മൾ എന്ത് ചെയ്യാം? വകവരുത്താമെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, അവർക്കിടയിൽ ചെറിയ തർക്കമുണ്ടായി. കാരണം ഔസ് ഗോത്രത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യില്ല, നമ്മൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ തർക്കമായി. കാരണം പിന്നീട് തർക്കം എന്താണ്? നീ മുനാഫിക്കിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന വിഷയത്തിൽ ഇരുവരും തർക്കമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മിമ്പറിൽ കയറിക്കൊണ്ട് ഇരുവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മിണ്ടാതിരുന്നു. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കരച്ചിലാണ്. അവിടുന്ന് പറയുകയാണ്, എന്റെ കണ്ണീർ അതിങ്ങനെ നിൽക്കുന്നേയില്ല, നിൽക്കാതെ അതിങ്ങനെ ചാലിട്ടൊഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം എന്ത് ചെയ്തു? ഫബൈനമാ ഹുമ ജാലിസാൻ ഇൻദി വഅനാ ബികി, എന്റെ കൂടെ ആരുണ്ട്? എന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമുണ്ട്, എന്റെ ഉമ്മ തൊട്ടടുത്തുണ്ട്. ഞാനിങ്ങനെ കരഞ്ഞ് എനിക്കിനി എന്റെ മരണം സംഭവിക്കുമോ എന്ന ഭയം പോലും ഉണ്ടായി. അത്രയും കരഞ്ഞു. ആലോചിച്ച് നോക്കണം, അത്രയും കരയുകയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ, അൻസാരിയായ ഒരു സ്ത്രീ വന്നുകൊണ്ട് എന്നോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഫഅദിൻതു ലഹ, ഞാൻ എന്ത് ചെയ്തു? അവർക്ക് അനുവാദം നൽകി. ഫജലസ്തു തബ്കി മഈ, അവർ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, വാവിട്ടെന്റെ കൂടെ അവരും കരയുകയാണ്. ഇത് സഹോദരങ്ങളെ, ഇത് വലിയൊരു അദബാണ്. നമ്മൾ അറിയുകയാണ് ഒരാൾ വല്ലാത്ത പ്രയാസത്തിലാണ് എന്നുള്ളത്. അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുക എന്നുള്ളത് വലിയ കാര്യമാണ്. നോക്കൂ, ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസാണ്. അവർ ഈ ഒരു കാര്യം അവിടെ വെറുതെ പറയാതെ പോയില്ല. നോക്കണം, ഇതിവിടെ പറഞ്ഞതിനെ കൊണ്ട് വലിയ ഫായതൊന്നുമില്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അത് ഓർത്ത് പറയാനുള്ള കാരണം എന്താണ്? എനിക്കൊരു പ്രയാസം വന്നപ്പോൾ അൻസാരിൽപ്പെട്ട ഒരു സ്ത്രീ വന്നുകൊണ്ട് എന്റെ സങ്കടത്തിൽ പങ്കെടുത്തു. നമ്മൾ പറയാറില്ലേ, ഒരു കഥ അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു സംഭവം പറയുമ്പോൾ നമ്മളെ പ്രധാനമായി പരിഗണിച്ച ഒരാളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? ആളുകളോട് പറയും. അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അവിടുന്ന് പറയുകയാണ്, എന്റെ കൂടെ കരഞ്ഞു. ഫബൈന നഹ്നു കദാലിക ഇദ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ് വലം യജ്ലിസ് ഇൻദി മിൻ യൗമിൻ ഖീല ഫിയ മാ ഖീല ഖബ്ലഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാലത്തിന് ശേഷം, ഏകദേശം ഒരു മാസത്തിന്റെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതിനുശേഷം എന്റെ അടുക്കലേക്ക് വരികയാണ്. അവിടെ വന്നിരിക്കുകയാണ്.
വഖദ് മകത ശഹറൻ ലാ യൂഹാ ഇലൈഹി ഫീ ശഅനി ശൈഉൻ, ഒരു മാസമായി എന്റെ വിഷയത്തിൽ എന്തില്ല, പ്രത്യേകിച്ച് ഒരു അറിയിപ്പോ അല്ലെങ്കിൽ എന്താണ് സംഭവം ഉണ്ടായതെന്നോ ഒന്നും വരുന്നില്ല. ഖാലത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുന്ന് പറഞ്ഞു ഫതശഹദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദും സലാത്തും ഷഹാദത്തും ചൊല്ലിയതിനു ശേഷം സുമ്മ ഖാൽ യാ ആയിഷ, അല്ലയോ ആയിഷ, ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, ഇതാ ആയിഷ, നിന്നെ പറ്റി ചില കാര്യങ്ങൾ എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. ഫഇൻ കുൻതി ബരീഅതൻ ഫസയുബരിഉകില്ലാഹ്, നീ നിരപരാധിയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം അത് തെളിയിക്കുക തന്നെ ചെയ്യും. വഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ വതൂബു ഇലൈഹി, ഇനി നീ വല്ലതും ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. ഫഇന്നൽ അബ്ദ ഇദാ അഅ്തറഫ ബിദംബിഹി സുമ്മ താബ അല്ലാഹു അലൈഹി ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാലത. അങ്ങനെ റസൂൽ പറയാണെന്ത്, ഒരാൾ അവർ ചെയ്ത തിന്മ മനസ്സിലാക്കുകയും അവർ എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്താൽ അള്ളാഹു അവരിലേക്ക് മടങ്ങും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കവേ ഖലസ ദംഇ ഹത്താ മാ ഉഇസ്സു മിൻഹു ഖതറ, റസൂൽ അത് പറഞ്ഞപ്പോൾ പിന്നീട് എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരവസ്ഥയാണത്. പിന്നീട് ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. കാരണം റസൂൽ ഇങ്ങനെ പറയുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കരുതിയിരുന്നില്ല. ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗം അഥവാ റസൂൽ ഈ പറഞ്ഞ ഭാഗം ഇത് അവസാനം ഞാൻ പറയാം. അങ്ങനെ സഹോദരങ്ങളെ, വഖുൽതു ലി അബി അജിബ് അന്നി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല വല്ലാഹി മാ അദ്രി മാ അഖൂൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉപ്പ നിങ്ങൾ സംസാരിക്ക്, എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ എന്റെ മകളാണ്, ഓളങ്ങനൊന്നും ചെയ്യില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാത്തതിനാൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ ഒരു വാക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് പറയുന്നില്ല. ഉമ്മയോടും പറഞ്ഞു, ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകൂ. ഉമ്മയും എന്താണോ പറഞ്ഞത്, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എനിക്കറിയില്ല എന്താണ് പറയേണ്ടത് എന്ന് ഉമ്മയും പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഅന ജാരിയത്തുൻ ഹദീസത്തു സിന്നി ലാ അഖറഉ കസീറൻ മിനൽ ഖുർആൻ, ഞാൻ ചെറിയ കുട്ടിയാണ്, ഖുർആനിൽ നിന്ന് ഞാൻ ധാരാളം പാരായണം ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു എന്താണ്, ഇന്നി വല്ലാഹി ലഖദ് അലിംതു അന്നകും സമീഅതും മാ യതഹദ്ദസു ബിഹി الناس ووقر في انفسكم وصدقتم به ولئن قلت لكم اني بريئة والله يعلم اني لبريئة لا تصدقوني بذلك. നിങ്ങൾ കേട്ട വാർത്ത എന്തെന്നാൽ അത് നിങ്ങൾ എല്ലാവരും ഏകദേശം സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അള്ളാഹുവിനറിയാം ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല എന്നത്. ഞാനത് പറയുകയാണെങ്കിൽ ലാ തുസദ്ദിഖുനി, നിങ്ങൾ ആരും എന്നെ എന്ത് ചെയ്യില്ല, സത്യപ്പെടുത്തുകയില്ല. ഇനി വലൈനി അഅ്തറഫ്തു ലക്കും ബിഅംരിൻ വല്ലാഹു യഅലമു അന്നി ബരീഅ ലാ തുസദ്ദിഖുനി വല്ലാഹി മാ അജിദു ലി വലക്കും മസലൻ ഇല്ലാ അബാ യൂസുഫ്. എന്താണ് പറയുന്നത്, ഇനി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യപ്പെടുത്തും. ആ ഒരു അവസ്ഥയിലാണ്. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ സത്യപ്പെടുത്തുകയില്ല. എന്റെ അവസ്ഥ അബൂ യൂസുഫ് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ അത്രക്ക് ചെറുതാണ്. അവിടുന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പോലും ഓർമ്മ വരുന്നില്ല, അത്രക്ക് ചെറുതാണ്. അഥവാ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാതെ 12 വയസ്സോളം മാത്രമാണ് പ്രായം. അവിടുന്ന് പറയാണ്, അബൂ യൂസുഫ് പറഞ്ഞ ആ വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ്, ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, ഭംഗിയായി ക്ഷമിക്കുക, അതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. അവർ പറയുന്നതിനെ പറ്റി എനിക്ക് അള്ളാഹുവിനോടാണ് അഭയം തേടാനുള്ളത്. ثم تحولت على فراشي وانا ارجو ان يبرئني الله ولكن والله ما ظننت ان ينزل في شأني وحيا ولا انا احقر في نفسي من ان يتكلم بالقرآن في امري. سبحان الله. അവിടുന്ന് പറയാണ്, പിന്നീട് ഞാൻ നേരെ തിരിഞ്ഞ് കട്ടിലേക്ക് കടന്നു. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വപ്നം കാണിച്ചെങ്കിലുമായിരിക്കും എന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത്. പിന്നീട് അവിടുന്ന് പറഞ്ഞ വാക്കാണ് വല്ലാത്ത വാക്ക്, വലാ അന അഹ്ഖറു ഫീ നഫ്സി മിൻ അൻ യുതകല്ലമ ബിൽ ഖുർആനി ഫീ അംരി. ഞാൻ എന്നെ പറ്റി ചിന്തിച്ചിരുന്നില്ല ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യുന്ന ഖുർആനിൽ
എന്നെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്ന്. വല്ലാത്തൊരു വിനയമാണത്. ആലോചിച്ച് നോക്കൂ, ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും സ്നേഹമുള്ള ഭാര്യ, അവിടുന്ന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വം. അവിടുത്തേക്ക് കണ്ടത് അത്രയും വിനയത്താലാണ്. ഞാൻ എന്നെ കണ്ടത്, അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്നെ കണ്ടത് അത്രയും നിസാരയായിട്ടാണ്. ഇത് പൊതു അദബാണത്. ഒരറിവുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞതായി കാണാം, സ്ത്രീകളുടെ കൂട്ടത്തിൽ അത്രയും അറിവുള്ള ഒരു വ്യക്തിത്വത്തെ മറ്റാർക്കും കാണാൻ സാധിക്കുകയില്ല. അറിവുള്ള ആളുകളാണോ അവർക്ക് വിനയമുണ്ടാകും. പൊതുവെ പറയാറുണ്ട്, ധാരാളം ഫലങ്ങളുള്ള ചില്ലയാണ് താഴ്ന്നു നിൽക്കുക. അതുപോലെയാണ് അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിനയമുണ്ടാകും. അതല്ലാതെ കുറച്ചു മാത്രം പഠിച്ച ആളുകൾക്ക് നല്ല അഹങ്കാരമുണ്ടാകും. ആളുകളെ കണ്ടാൽ പരിഗണിക്കുകയില്ല, ഞാനെന്തോ വലിയ പഠിച്ച ആളാണെന്ന ചിന്തയാണ് ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥ ഇൽമുൻ ശർഈ അത് ലഭിച്ച ആളുകൾ അവർ ദൈനംദിനം വിനയം കൂടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, അവിടുന്ന് പറയുകയാണ്, ഞാൻ ഒരിക്കലും അത് കരുതിയിരുന്നില്ല. വലാകിന്നി കുൻതു അർജു അൻ യറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി നൗമി റുഅയ യുബരിഉനില്ലാഹ്. അല്ലാഹു സ്വപ്നം കാണിക്കുമെന്നാണ് ഞാൻ കരുതിയത്, എന്റെ നിരപരാധിത്വം. അങ്ങനെ സഹോദരങ്ങളെ, അതാ ആ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അത് പറഞ്ഞു ഫവല്ലാഹി മാ റാമ മജ്ലിസഹു വലാ ഖറജ അഹദു മിൻ അഹ്ലിൽ ബൈത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല. എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളൊന്നും വീട്ടിൽ നിന്ന് പുറത്തും പോയിട്ടില്ല. ആ അവസ്ഥയിലായിരിക്കെ ഹത്താ ഉൻസില അലൈഹിൽ വഹ്യു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതാ വഹ്യ് ഇറങ്ങുകയാണ്. ഫഅഖദഹു മാ കാന യഖുദു മിനൽ ബുറഹാ. റസൂലിന് പൊതുവെ വഹ്യ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വന്നു തുടങ്ങി. അഥവാ അവിടുന്ന് ഉണ്ടാകുന്ന പ്രയാസം എന്താണ്? ഹത്താ ഇന്നഹു ലാ യതഹദ്ദറു മിൻഹു മിസ്ലൽ ജുമാൻ മിനൽ അറഖി ഫീ യൗമിൻ ഷാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ഇറങ്ങുമ്പോൾ വലിയ വലിയ വിയർപ്പ് തുള്ളികൾ, പവിഴങ്ങൾ കണക്കെയുള്ള വിയർപ്പ് തുള്ളികൾ അതിങ്ങനെ വരും. ഫീ യൗമിൻ ഷാത്ത്, നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ കൂടി ആ ഒരു വഹ്യ് ഇറങ്ങുന്നതിന്റെ ഗൗരവത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർക്കാൻ തുടങ്ങി. അതാണ് വഹ്യിന്റെ ആ ഒരു പ്രത്യേകത. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഭാരിച്ച ഒരു വാക്കാണ് ഞാൻ നിനക്ക് ഇട്ടുതരിക. അഥവാ ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരമുള്ളതാണ്. അതിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുക അത്രയും നിലപാടുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമായിരിക്കും. അതിനാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എന്താണ്, തൊലബുൽ ഇൽമിൽ അവസാനം വരെ ഉണ്ടാവുക ആരായിരിക്കും? ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും. ഇവിടുത്തെ ഉദാഹരണം തന്നെ നമുക്ക് എടുത്തു നോക്കാം. ആദ്യം ചേരുമ്പോൾ ധാരാളം ആളുകൾ ഉണ്ടാകും, 10, 20, 30. പക്ഷേ അവസാനം പഠിച്ചിറങ്ങുമ്പോൾ കൈവിരലിൽ എണ്ണാൻ പാകത്തിനുള്ള ആളുകളാണ് ഉണ്ടാവുക. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ഇതാ വഹ്യ് ഇറങ്ങുകയാണ്. ഫലമ്മാ സുർരിയ അൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യൽഹഖ്. അങ്ങനെ വഹ്യ് ഇറങ്ങിയപ്പോൾ അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. ഫകാന അവ്വല കലിമത്തിൻ തകല്ലമ ബിഹാ അൻ ഖാല ലി യാ ആയിഷ ഇഹ്മദില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹ്യ് ഇറങ്ങിയ ഉടനെ തന്നെ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്? ഇഹ്മദില്ലാഹ്, നീ അള്ളാഹുവിനെ സ്തുതിക്കുക. ഇതെന്താണ്? നല്ലൊരു അദബാണ്. ധാരാളം ഫവായിദുകളുള്ള ഹദീസാണ്. നമുക്ക് സമയം കുറവായതിനാൽ അതൊന്നും പറയുന്നില്ല. എന്താണ്? ഇതുപോലെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ പൊടുന്നനെ അറിയിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആളുകൾ അധിക സന്തോഷത്താൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യും? വളരെ കാലം വിട്ടുനിൽക്കും. എന്നിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പൊടുന്നനെ അങ്ങ് പ്രത്യക്ഷപ്പെടും. എന്താണ് ഉണ്ടാവുക? അധിക സന്തോഷത്താൽ പ്രായമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് വല്ലതും സംഭവിച്ചു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൊടുന്നനെ എന്ത് പറഞ്ഞില്ല? ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് ഇറക്കിയിരിക്കുന്നു, നീ സന്തോഷം, അങ്ങനല്ല. ഇഹ്മദില്ലാഹ്, ആയിഷ നീ എന്ത് ചെയ്തോ? അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. എന്നിട്ട് പറയുകയാണ്, ഫഖദ് ബറഅകില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം ഇതാ തെളിയിച്ചിരിക്കുന്നു. ഫഖാലത് ലി ഉമ്മി ഖൂമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മ പറഞ്ഞു, റസൂലിന്റെ അടുക്കലേക്ക് ചെല്ല്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം തെളിയിച്ചില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലു എന്ന് പറഞ്ഞപ്പോൾ ഫഖുൽതു ലാ വല്ലാഹി ലാ അഖൂമു ഇലൈഹി വലാ അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയില്ല, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ സ്തുതിക്കുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇതൊരിക്കലും റസൂലിനെ ആദരിക്കാതിരുന്നതല്ല, മറിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത്രയും സ്നേഹമുണ്ടാവുമ്പോൾ പൊതുവെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഈ രൂപത്തിൽ ഉണ്ടാകും. നമുക്ക് പരിചയം ഉണ്ടാവും. പൊടുന്നനെ തന്നെ എന്ത് ചെയ്യില്ല,
പൊടുന്നനെ അടുത്തേക്ക് പോവുകയില്ല, മറിച്ച് ഇല്ല ഞാൻ മിണ്ടൂല അല്ലെ, ആ രൂപത്തിൽ പൊതുവെ എന്തുണ്ടാകും കാണിക്കും. ആ ഒരു അദബ് മാത്രം അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അങ്ങനെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്തിൽ നിന്ന് ആ സൂറത്തു നൂറിലെ ആയത്ത് ഇറക്കുകയാണ്. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറയുന്ന ആ ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇറക്കുകയാണ്. ഫലമ്മ അൻസലല്ലാഹു ഹാദാ ഫീ ബറാഅതി ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വകാന യുൻഫിഖു അലാ മിസ്തഹ് ബിൻ ഉസാസ ലിഖറാബതിഹി മിൻഹു വല്ലാഹി ലാ അൻഫിഖു അലാ മിസ്തഹി ശൈഅ അബദൻ ബഅദമാ ഖാല ലി ആയിഷ. എന്താണ്? മിസ്തഹിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ചെലവിന് കൊടുക്കാറുള്ളത്. ആരാണ് ഈ ആരോപണം? ഇത് മുഅ്മിനാണ് റളിയല്ലാഹു അൻഹു. ഇവരും ഈ ഒരു ആരോപണങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പരത്താൻ, അല്ലെങ്കിൽ അവരും ചില ആളുകൾ മുഅ്മിനീങ്ങളും സഹാബത്തും വിശ്വസിച്ചിരുന്നു ഈ ഒരു കാര്യം. അതിൽപ്പെട്ട ആളാണ് മിസ്തഹ്. നമ്മൾ ആദ്യം പറഞ്ഞു ഉമ്മു മിസ്തഹ് എന്താ പറഞ്ഞത്? തൈസ മിസ്തഹ്. ആ മിസ്തഹിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറയാണ്? ചെലവിന് കൊടുക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅതു ഇലാ ഖൗലിഹി ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയാണ് എന്ത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫദ്ലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അലാ തുഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ വല്ലാഹി ഇന്നി ലാ അഹബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി ഫറജഅ ഇലാ മിസ്തഹിൻ അല്ലദീ കാന യുജ്രി അലൈഹി. അല്ലാഹു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, ഞാനിനി ഒരിക്കലും കൊടുക്കാതിരിക്കുകയില്ല, ഞാൻ ഇനിയും ചെലവിന് കൊടുത്തോളാം. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് സഹാബത്ത്. സ്വന്തം മകളെ പറ്റി വ്യഭിചാരോപണം പറഞ്ഞ ആളിന് അള്ളാഹുവിന്റെ ഒരു കൽപ്പന കൊണ്ട് എന്ത് ചെയ്യാണ്? പുറത്തു കൊടുക്കാണ്. നമ്മൾ ആലോചിക്കണം, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അതിനാൽ തന്നെ ദീനി വിഷയങ്ങളിലല്ലാതെ നമ്മൾ ഒരാളോടും തെറ്റിക്കാൻ പാടില്ല. ഇവിടെ ദീനി വിഷയമാണോ? അല്ല, കുടുംബപരമായ വിഷയമാണ് മുത്തലഖൻ, അല്ലെങ്കിൽ അഫ്വൻ ഇത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും എന്തല്ല, ഇത് ദീനിന്റെ പേരിലുള്ളതല്ല, മറിച്ച് കുടുംബപരമായ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ മകളാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ എന്റെ മരണം വരെ ഞാൻ എന്ത് ചെയ്യും? ഇവർക്ക് ചെലവിന് കൊടുക്കും എന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷിനോട് ഈ സന്ദർഭത്തിൽ, ഇങ്ങനെ ഒരു ആരോപണം പരക്കുന്ന സന്ദർഭത്തിൽ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചോദിച്ചിരുന്നു, യാ സൈനബ് മാ അലിംതി മാ റഅയ്തി, നീ എന്താണ് ആയിഷയെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് അവരെ പറ്റി നിനക്ക് പറയാനുള്ളത്? യാ റസൂലല്ലാഹ് അഹ്മി സംഇ വബസരി, റസൂലെ ഞാൻ എന്റെ ചെവിയെയും കണ്ണിനെയും ഒന്ന് സംരക്ഷിക്കട്ടെ. വല്ലാഹി മാ അലിംതു അലൈഹ ഇല്ലാ ഖൈറ, എനിക്ക് ആയിഷയെ കുറിച്ച് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല. വഹിയല്ലത്തി കാനത് തുസാമീനി ഫഅസമഹ അല്ലാഹു ബിൽ വറ. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയും സൈനബ് ബിൻത് ജഹ്ഷും പലപ്പോഴും കോർക്കാറുണ്ട്, പലപ്പോഴും പല വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കാറുണ്ട്. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, അവരുടെ ആ ഒരു മര്യാദ, സുബ്ഹാനല്ലാഹ്, അവിടുന്ന് കിട്ടിയ തക്കത്തിൽ എന്ത് പറഞ്ഞില്ല, അവൾ പണ്ടേ അങ്ങനെയാണ്, അവൾ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് റസൂലേ എന്നൊരു വാക്ക് പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ ഇവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമ്മളിൽ പലരും എന്താണ് അവസ്ഥ? ആരെങ്കിലും പറ്റി ഒരു കുറ്റം എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അവർ പണ്ടേ അങ്ങനെയാണ് എന്ന് പറയും. പക്ഷെ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ഞാൻ എന്റെ ചെവിയെയും കേൾവിയെയും സംരക്ഷിക്കട്ടെ എന്നാണ്. അങ്ങനെ സഹോദരങ്ങളെ, സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? അഹ്മി സമഇ വബസരി, ഞാൻ എന്റെ കണ്ണിനെയും കേൾവിയെയും ഒന്ന് സംരക്ഷിക്കട്ടെ. മാ അലിംതു മിൻഹ ഇല്ലാ ഖൈറ, എനിക്ക് അവരെ കുറിച്ച് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഈ ഒരു അദബ് നമ്മളും ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. ആരെങ്കിലും പറ്റി വല്ല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ കിട്ടിയ ഉടനെ തന്നെ അവർക്കെതിരിൽ സംസാരിക്കുക എന്നത് ശരിയല്ല. ഇനി സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പ്രയാസത്തിലാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു സംഭവം, ഹാദിസത്തുൽ ഇഫ്ക് എന്നുള്ളത്. അവിടുന്ന് അദൃശ്യമായ ഒരു കാര്യം പോലും അറിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹാദിസത്തുൽ ഇഫ്ക്. ആലോചിച്ച് നോക്ക്, റസൂലിന് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത് കള്ളാരോപണാണ്, എനിക്ക് ഗൈബ് അറിയാം, നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മാസക്കാലത്തോളം വഹി നിലക്കുമ്പോൾ അവിടുന്ന് സഹാബത്തിനോട് എന്ത് ചെയ്യാണ്, കൂടി ആലോചിക്കാണ്, എന്താണ് നിങ്ങൾക്ക് അവളെ പറ്റി അറിയുന്നത് എന്ന്. പ്രയാസത്താൽ റസൂലിന്റെ പ്രയാസം കണ്ട് സൂചിപ്പിച്ചതുപോലെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായി ഒരു ഖുറാഫി പറഞ്ഞത് സുബ്ഹാനല്ലാഹ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അയാൾ പറയുകയാണ്, ഹാദിസത്തുൽ ഇഫ്കിന് റസൂലിന് ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന് ലഭിച്ച വഹി ഒരുപക്ഷെ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കണമെന്നായിരിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ വാക്കെന്താണ്, ഇപ്പോൾ ഒന്നും മിണ്ടണ്ട എന്നാണ് വഹി ഇറങ്ങിയത് എന്നായിരിക്കും, അല്ലെങ്കിൽ മിണ്ടരുത് എന്നാണ് വഹി ഇറങ്ങിയതെന്ന്. അപ്പൊ ആലോചിച്ച് നോക്ക്, ആ പറഞ്ഞ വാക്കെന്താണ്, റസൂൽ ഇത്രയും നാടകം കളിച്ചു എന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചിരുത്തി വീട്ടിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഒരാൾ പറഞ്ഞ വാക്കിതാണ്, റസൂലിന് ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ഒരാൾ പറഞ്ഞ വാക്കിതാണ്, റസൂൽ നാടകം കളിച്ചു എന്നാണോ? സുബ്ഹാനല്ലാഹ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. ഒരു മാസത്തോളം സ്വന്തം ഭാര്യ, അവിടുന്ന് ഏറ്റവും പ്രിയങ്കരിയായ പത്നി, അവിടുന്ന് ഇങ്ങനെ ഒരു ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മാസം അവിടുന്ന് ഇനി മിണ്ടാതിരിക്കാം എന്നാണ് വഹി ലഭിച്ചത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു, ഇതുകൊണ്ടാണ് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ബൈനനാ വ ബൈനകുമുൽ കുതുബ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ കിതാബുകളുണ്ട്, കൊണ്ടുവരൂ. റസൂല് പറഞ്ഞു, എനിക്ക് വഹി ഇറങ്ങിയത് മിണ്ടാതിരിക്കലാണ്. ഈ തലകെട്ടാണ് പറഞ്ഞു തരേണ്ടത്. റസൂൽ എന്താ പറഞ്ഞത്? ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ. ആരാണോ എന്റെ മരണശേഷം, റസൂലിന്റെ മരണശേഷം ജീവിച്ചിരിക്കുന്നത്, അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് കാണിക്കാൻ സാധിക്കുക റസൂലിന് വഹി ഇറങ്ങി മിണ്ടാതിരുന്നതാണ് എന്ന്, അങ്ങനെ മിണ്ടാതിരിക്കണമെന്ന്? ഷെയ്ഖ് പറയുന്നതായി കാണാം, ഷെയ്ഖ് റബീ, വബൈനനാ വബൈനകുമുസ് സലഫ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സലഫുകളുണ്ട്. സലഫുകളിൽ ആരാണ് ഈ രൂപത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നിങ്ങൾ കൊണ്ടുവരണം, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ കൊണ്ടുവരണം, ഷാഫിഈ മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയായിരിക്കും വഹി ലഭിച്ചതെന്ന്. ഇലാ ഖിയാമിസ് സഅ അവർക്ക് സാധിക്കുകയില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നതാണ്. ഇത് മാത്രമല്ല, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം, ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? സഹാബത്തിനെ കൊന്നുകളയാണ്. റസൂൽ അവിടെ നാടകം കളിച്ചെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അവിടുന്ന് മറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു എന്നാണ് അദൃശ്യം അറിയുന്ന റസൂൽ? ഒരിക്കലും അവിടുന്ന് അദൃശ്യമല്ല അറിയുന്നത്, മറിച്ച് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹാ. റസൂൽ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹാ, അവിടുന്ന് വഹി ഇറങ്ങിയാൽ അത് സംസാരിക്കുന്നയാളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, കുറച്ച് നീണ്ടുപോയി, നമ്മുടെ അടുത്ത ദർസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അഫ്വൻ ആദിൽ ഉസ്താദ് ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് ദീർഘിച്ചു പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഹദീസ് ക്ലാസ് ആരംഭിക്കും. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.